823 കൊല്ലമാണ് മുസ്ലിങ്ങൾ ഈ രാജ്യം ഭരിച്ചത്. മുഗളന്മാർ 560 കൊല്ലവും അതിനു മുമ്പ് ഒരു 250 കൊല്ലം സുൽത്താൻമാർ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ബഹമാനി സുൽത്താൻ വംശമടക്കം. ഇബ്രാഹിം ലോഡി എന്ന് പറയുന്ന ഡൽഹി സുൽത്താനെ തോൽപ്പിച്ചുകൊണ്ടാണ് ബാബർ ഇന്ത്യ പിടിച്ചടക്കിയത്. അല്ലാതെ ഹിന്ദു ചക്രവർത്തിയെ തോൽപ്പിച്ചിട്ടല്ല മുഗൾ രാജവംശം ഇന്ത്യ പിടിച്ചത്, മുസ്ലിം ചക്രവർത്തിയെ തോൽപ്പിച്ചിട്ടാണ്. അങ്ങനെ സ്ഥാപിച്ചിട്ടുള്ള മുഗൾ രാജവംശം ലോകത്തിന്റെ കൊടുത്ത സംഭാവനയല്ല. അവർ ഇന്ത്യയിൽ ഒന്നും കട്ടുകൊണ്ടുപോയില്ല. ബ്രിട്ടീഷുകാരെ പോലെ ഇവിടെ കൊള്ളയടിച്ചില്ല. ബാബറും ഹുമയൂണും അക്ബറും ജഹാംഗീറും ഷാജഹാനും എല്ലാം ഈ രാഷ്ട്രത്തിനെ പുരോഗതിയുടെ ഭാഗത്തേക്ക് നയിച്ചു. എങ്ങനെ ഒരു രാഷ്ട്രം ഭരിക്കണം, സിവിൽ സർവീസ് എന്താണ്, വില്ലേജ് ഓഫീസ് എന്താണ്, തഹസിൽദാരുടെ ഓഫീസ് എന്താണ് എന്ന് ആദ്യമായിട്ട് ഇന്ത്യൻ ജനതയ്ക്ക് പറഞ്ഞു കൊടുത്ത മഹാനായ ചക്രവർത്തിയാണ് അക്ബർ ദ ഗ്രേറ്റ്. ആ ഭരണ സമ്പ്രദായ പ്രക്രിയയെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് അക്ബർ നാമ. ഭരണം എങ്ങനെയായിരിക്കണമെന്ന് അക്ബറാ പഠിപ്പിച്ചത് ഇന്ത്യൻ ജനതയ്ക്ക്. ഈ അധികാര വികേന്ദ്രീകരണം മുഴുവൻ മുസൽമാന്റെ സംഭാവനയാകും. അക്ബർ പറയും പണ്ഡിതന്മാരെ വിളിച്ച്, ഇന്ത്യയിൽ ലോക പാണ്ഡിത്യമുള്ള രാജ്യമാണ് ഇന്ത്യ, ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കൂ ഈ ഗ്രന്ഥങ്ങളെ മുഴുവൻ. അബ്ദുൽ ഖാദർ ബൂദയാനി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ രാമായണം തർജ്ജമ ചെയ്തു പേർഷ്യൻ ഭാഷയിലേക്ക്. മഹാഭാരതം തർജ്ജമ ചെയ്യപ്പെട്ടു, ഭഗവത്ഗീത തർജ്ജമ ചെയ്തു, ഋഗ്വേദം തർജ്ജമ ചെയ്തു. അക്ബറിന്റെ പണ്ഡിത ശിരോമണികൾ പേർഷ്യൻ ഭാഷയിലേക്ക് പോയ ആ ഗ്രന്ഥങ്ങളെ പിന്നീട് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് അവിടുത്തെ പണ്ഡിതന്മാര് തർജ്ജമ ചെയ്തു. മുഗളന്മാരാണ് ഈ ഗ്രന്ഥം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. ഇവര് പറയുന്നത് പോലെയല്ല. ഷാജഹാന്റെ മകൻ ദാറാ ഷിക്കോ ലോക പണ്ഡിതൻ. ഷാജഹാൻ മകനെ വിളിച്ചു പറയും, നീ ഉപനിഷത്ത് തർജ്ജമ ചെയ്യേ, ലോകത്തിന്റെ ഏറ്റവും വലിയ വിജ്ഞാന ഗ്രന്ഥമാണ്. ഷാജഹാന്റെ മകനായ ദാറാ ഷിക്കോ ആണ് ഉപനിഷത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. സംഘപരിവാർ എന്തേ ഇത് പറയാത്തത്? ചരിത്രം വളച്ചൊടിക്കുകയല്ലേ. മുഗളന്മാർ ഏറ്റവും വൃത്തികെട്ടവർ, പ്രാകൃതർ, കിരാത ഭരണത്തിന്റെ വക്താക്കൾ എന്നല്ലേ ഇവരെ ഇന്ത്യക്കാരോട് മുഴുവൻ പറയുന്നത്? അവർ രാജ്യത്തിനെ സാമ്പത്തികമായി മെച്ചപ്പെടുത്തി, സാമൂഹിക സമത്വം വരുത്തി, ഭരണഘടന സമ്പ്രദായത്തിനെ അധികാര വികേന്ദ്രണത്തിൽ അധിഷ്ഠിതമാക്കി. അക്ബറിന്റെ സേനാനായകൻ രാജാ ടോഡർമാൽ ക്ഷത്രിയനാണ്. അക്ബറിന്റെ മന്ത്രിസഭയിൽ 12 അംഗങ്ങൾ, 9 പേരും ബ്രാഹ്മണന്മാരാണ്, 3 പേരാ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. അക്ബർ ചക്രവർത്തി രാജസദസ്സിലേക്ക് കടന്നു വരിക ചന്ദനപ്പൊട്ടും സിന്ദൂരപ്പൊട്ടും തൊട്ടുകൊണ്ട്. അപ്പൊ ചോദിക്കും, എന്താ ഇങ്ങനെ വരുന്നത്? അപ്പൊ അദ്ദേഹം പറയും, എന്റെ രാജ്യത്തിലെ ഭൂരിഭാഗം പ്രജകളും ഹിന്ദുക്കളാ, അവരുടെ വിശ്വാസത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു. അവർ ഒറ്റ ഹിന്ദുക്കളെയും മതപരിവർത്തനം നടത്തിയിട്ടില്ല. ഈ രാജ്യത്തിനെ ബഹുമാനിച്ചു, ഇന്ത്യയുടെ വൈവിധ്യത്തിനെ ബഹുമാനിച്ചു. രാമായണത്തിനെയും ഭഗവത്ഗീതയെയും ഉപനിഷത്തിനെയും അവർ ബഹുമാനിക്കുക മാത്രമല്ല, അക്ബറും ഷാജഹാനും ദാറാ ഷിക്കോയൊക്കെ അത് പഠിച്ചു. ലോകപ്രശസ്ത സംഗീത സാമ്രാട്ട് ടിയാൻസൻ അക്ബറുടെ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹം മധ്യപ്രദേശിലെ ഒരു ചെറിയ രാജ്യമായ റാവ എന്ന് പറയുന്ന രാജ്യത്തിലെ രാമചന്ദ്ര എന്ന് പറയുന്ന രാജാവിന്റെ സദസ്സിലെ സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ട് പ്രശസ്തമായപ്പോൾ ഇന്ത്യ ചക്രവർത്തി അക്ബർ അത് കേട്ടറിഞ്ഞു. അക്ബർ ദൂതനെ അയച്ചു ആ സംഗീത വിദുഷിയെ കൊണ്ടുവരാൻ. അങ്ങനെ മധ്യപ്രദേശിലെ രാജാവിന്റെ സമ്മതത്തോടുകൂടി ഈ രാമചന്ദ്ര എന്ന് പറയുന്ന സംഗീതജ്ഞൻ അക്ബറുടെ കൊട്ടാരത്തിൽ വന്നു. 60ാമത്തെ വയസ്സിൽ അക്ബർ അദ്ദേഹത്തിന്റെ സംഗീതം കേട്ട് വളരെയധികം ആഹ്ലാദചിത്തനായിട്ട് അദ്ദേഹത്തോട് അവിടുത്തെ ആസ്ഥാന സംഗീതജ്ഞനാകാൻ പറഞ്ഞു. ആ രാമചന്ദ്ര എന്ന് പറയുന്ന സംഗീതജ്ഞനാണ് ലോക സംഗീത സമ്രാട്ടായ ധ്യാൻസനായത്.